ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആധാറിലുള്ള തെറ്റ് എങ്ങനെ തിരുത്താം എന്നുള്ളതാണ്. അപ്പോൾ ആധാറിൽ പേരിൽ തെറ്റുണ്ടാവും, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുണ്ടാവും, അഡ്രസ്സിൽ തെറ്റുണ്ടാവും. അപ്പോൾ ഈ 3 വിഭാഗം കാര്യങ്ങളും നമുക്ക് എങ്ങനെ തിരുത്തിയെടുക്കാം, ശരിയാക്കിയെടുക്കാം, അതിനു വേണ്ട രേഖകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് ആധാറിലുള്ള പേരിലുള്ള തെറ്റ് നമുക്ക് എങ്ങനെ തിരുത്താം എന്നുള്ളതാണ്. അതിന് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വേണം, രേഖകൾ വേണം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആധാറിലുള്ള പേര് തിരുത്തണമെങ്കിൽ, അതിലുള്ള തെറ്റ് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് SLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് പേരിൽ ഉള്ള തെറ്റുകൾ തിരുത്തിയെടുക്കാൻ പറ്റും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് SLC ഫോട്ടോ ഉള്ള SLC ആയിരിക്കണം. നമ്മളെ പഴയ SLC ബുക്ക് ഉണ്ട്, അതായത് കൈകൊണ്ട് എഴുതിയ ഹാൻഡ് റിട്ടൺ SLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് പറ്റില്ല. മിനിമം SLC വേണം. ആ SLC തന്നെ ഫോട്ടോ ഉള്ള SLC ആയിരുന്നാൽ മാത്രമേ നമുക്ക് ആധാറിലുള്ള പേര് തിരുത്താൻ സാധിക്കുള്ളൂ. ഒരു രേഖ ഞാൻ പറയുന്നത് കേട്ടോ, അല്ലാതെ SLC ബുക്ക് മാത്രം അല്ലെങ്കിൽ SLC സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് മാത്രമേ ആധാറിലുള്ള പേര് തിരുത്താൻ സാധിക്കുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. ഒരു രേഖയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ ഉള്ള SLC ഉണ്ടോ, നിങ്ങൾക്ക് ആധാറിലുള്ള പേരിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. ഓക്കെ. രണ്ടാമത്തെ രേഖ എന്ന് പറയുന്നത് വോട്ടർ ID അഥവാ നമ്മൾ ഇലക്ഷൻ ID അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ നമ്മൾ പറയും. ആ തിരിച്ചറിയൽ കാർഡിൽ നിങ്ങളെ കറക്റ്റ് പേരാണുള്ളതെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആധാറിലുള്ള പേര് തെറ്റാണെങ്കിൽ തിരുത്താവുന്നതാണ്. അടുത്തത് ഡ്രൈവിംഗ് ലൈസൻസ്. നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള പേര് കറക്റ്റാണ്, ആ ലൈസൻസിലുള്ള പേര് നമുക്ക് ആധാറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ടും ആധാറിലെ പേര് നമുക്ക് തിരുത്താം. ഓക്കെ. അടുത്തത് പാൻ കാർഡ്. പാൻ കാർഡിലുള്ള പേര് കറക്റ്റ് ആണെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ആധാറിലെ പേര് തിരുത്താവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ റേഷൻ കാർഡ്. റേഷൻ കാർഡ് ഉടമയ്ക്ക് അത് പേര് തിരുത്താൻ സാധിക്കുള്ളൂ. അതിലുള്ള അംഗങ്ങൾക്ക് ഒരു കാരണവശാലും ആ റേഷൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആധാറിലെ തെറ്റ് തിരുത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇത്തരം രേഖകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് നമ്മളെ ആധാറിലുള്ള പേര് തിരുത്താം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ പാസ്പോർട്ട് കൊണ്ടുവന്നാലുള്ളൊരു വിഷയം, പേര് തിരുത്താൻ നമുക്കത് ഉപയോഗിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പാസ്പോർട്ട് നമുക്കറിയാം, പാസ്പോർട്ടിലൊക്കെ നമ്മളെ ഇനീഷ്യൽ, അതായത് അതിൻ്റെ ഫുള്ളാണ് ഉണ്ടാവുക. സർനെയിം എന്നുള്ള ഭാഗത്ത് നമ്മളെ വീട്ടുപേര് ഫുള്ളായിട്ടുണ്ടാവും. പാസ്പോർട്ടിൽ ഒരിക്കലും M എന്നോ K എന്നോ S ഒന്നും ഉണ്ടാവില്ല, അത് ഫുള്ളായിട്ടാണ് ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പേര് അബ്ദുൽ സലാം വിളഞ്ഞിപ്പുലാൻ എന്നായിരിക്കും എൻ്റെ പാസ്പോർട്ടിൽ ഉണ്ടാവുക. അപ്പം ഞാൻ ഈ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ആധാറിൽ തെറ്റ് തിരുത്താൻ നോക്കിയാൽ കുഴപ്പം എന്താ വെച്ചാൽ, എൻ്റെ ആധാർ കറക്ഷൻ ചെയ്ത് വരുമ്പോൾ, പേര് ശരിയായി വരുമ്പോൾ എന്താവും, പേരിൻ്റെ കൂടെ എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അബ്ദുൽ സലാം V എന്നാണ്. അപ്പോൾ അത് അബ്ദുൽ സലാം വിളഞ്ഞിപ്പുലാൻ എന്നായി വരും എൻ്റെ ആധാറിൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് സ്വീകാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാമെന്ന് മാത്രം, കാരണം പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടും തിരുത്താമെന്ന് ചുരുക്കം. ഓക്കെ. അപ്പോൾ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടും അവരെ പേര് തിരുത്താവുന്നതാണ്. ഓക്കെ. മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ പള്ളിയിൽ നിന്നൊക്കെ കിട്ടിയ ആ സർട്ടിഫിക്കറ്റ് അല്ല കേട്ടോ, അതായത് ഓൺലൈനിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ്, അതായത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിക്കോ രജിസ്റ്റർ ചെയ്ത ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ നമുക്ക് തന്ന ഓൺലൈനായിട്ട് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് തിരുത്താൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ പേര് തിരുത്താൻ എന്തൊക്കെ രേഖകളാണ് UID പറയുന്നതും അത് ഏതൊക്കെയാണ് സ്വീകാര്യമായതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, പ്രധാന പോയിന്റ് എന്താ വെച്ചാൽ, നമ്മളെ പേര് ഇങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പല പ്രാവശ്യം തിരുത്താൻ ഒരിക്കലും UID അനുവാദം തരുന്നില്ല. നമ്മളെ ലൈഫിൽ നമ്മളെ ആധാറിൽ നമ്മളെ പേര് 2 പ്രാവശ്യം മാത്രമേ തിരുത്താൻ സാധിക്കുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 2 പ്രാവശ്യം മാത്രമേ പേര് തിരുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ UID കൊണ്ടുവന്ന പുതിയൊരു റൂൾ അനുസരിച്ച്, അതായത് നമ്മുടെ ഫസ്റ്റ് നെയിം ആണോ തിരുത്തുന്നത് എങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വേണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളെ മനസ്സിൽ വെക്കുക. അത് നിങ്ങളെ രേഖ അനുസരിച്ച് നിങ്ങൾ രേഖയുമായി സെൻറ്ററിൽ വരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വേണോ വേണ്ടേ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരും. ഓക്കെ. നിങ്ങളെ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തിരുത്താൻ പറ്റുമോ നോക്കും. നല്ല മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് അതിൻ്റെ കോപ്പി കിട്ടി അത് ഉപയോഗിച്ചിട്ടേ നമുക്ക് പേര് തിരുത്താൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണെങ്കിൽ അതെങ്ങനെ തിരുത്തിയെടുക്കാമെന്നാണ്.
നല്ലോണം ശ്രദ്ധിക്കുക. അതായത് പേര് പോലെയല്ല, ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തണമെങ്കിൽ, ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തണമെങ്കിൽ വളരെ വിരലിൽ എണ്ണാവുന്ന രേഖകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ UIDAI. അതിൽ ഒന്നാമത്തത് ജനന സർട്ടിഫിക്കറ്റാണ്. ആ വ്യക്തിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേരും ആധാറിലെ പേരും ഒന്നാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ചുകൊണ്ട്, ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താം. അതായത് നമ്മളെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് വ്യത്യാസമുണ്ട്, ആധാറിൽ വേറെ പേരുമാണെങ്കിൽ, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റും ആണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഈ ജനന സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരിക്കലും ആധാറിലേക്ക് മാറ്റാൻ കഴിയില്ല. അപ്പോൾ പേരും അവിടെ മാച്ച് ആവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാൻ ഓരോ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ചില ആളുകൾ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ വേണ്ടി വരും, അന്നേരം ഇവരെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഈ രണ്ട് പഴയ ആധാറും ബർത്ത് സർട്ടിഫിക്കറ്റും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ പേരിൽ വ്യത്യാസം ഉണ്ടാവും. ആധാറിലുള്ള പേര് ആവില്ല ബർത്ത് സർട്ടിഫിക്കറ്റിൽ, ചിലപ്പോൾ ഒന്നിൽ ഇനീഷ്യൽ ഉണ്ടാവും, മറ്റിൽ ഇനീഷ്യൽ ഉണ്ടാവില്ല. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ, പേര് മാറ്റാൻ കഴിയുന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഞാൻ 18 വയസ്സിന് മുകളിലുള്ള ആളുകളെ കേസാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത കേസ് വരുന്നത്, നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആധാറിൽ തിരുത്താനുള്ള രേഖ എന്ന് പറയുന്നത് പാസ്പോർട്ട് തന്നെയാണ്. പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടും ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് തിരുത്താവുന്നതാണ്. പിന്നെ അടുത്ത രേഖ വരുന്നത് SLC ആണ്. അത് ഞാൻ നേരത്തെ പേരിന് പറഞ്ഞ അതേ നിബന്ധനകളൊക്കെ ബാധകമാണ്. അതായത് ഫോട്ടോ ഉള്ള പ്രിന്റഡ് SLC പറ്റുള്ളൂ, ഹാൻഡ് റിട്ടൺ പിന്നെ SLC ആ ബുക്ക് പറ്റൂല. കാരണം നമ്മൾ കൈ കൊണ്ട് എഴുതിയ, പേന കൊണ്ട് എഴുതിയ SLC ഉണ്ടല്ലോ പഴയ മോഡല്, 91, 92, 94 അങ്ങനത്തെ കാലഘട്ടത്തിലുള്ള SLCകളൊന്നും പറ്റൂല എന്നർത്ഥം. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമ്മൾ പേര് 2 പ്രാവശ്യം നമ്മുടെ ലൈഫിൽ തിരുത്താന്ന് പറഞ്ഞു. അതേസമയം അങ്ങനെയാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര പ്രാവശ്യം തിരുത്താൻ പറ്റും എന്നുള്ളതാണ് അടുത്ത സംശയം. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളെ ലൈഫിൽ ആധാറിൽ 1 പ്രാവശ്യമേ തിരുത്താൻ പറ്റുള്ളൂ. അപ്പം നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. നമ്മൾ പല രേഖയിലും പല ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും രേഖ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രേഖ കൊടുക്കുന്ന നമ്മൾ ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തിയിട്ട് പിന്നെ നമ്മൾ പറയുകയാണ് അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ആക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം നല്ല ആലോചിച്ച് ചെയ്യുക. ഓക്കെ. അപ്പോൾ അക്കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തണമെങ്കിൽ ഒന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ വാലിഡ് പാസ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഫോട്ടോയുള്ള SLC വേണം. ഇവിടെ ഞാൻ വാലിഡ് പാസ്പോർട്ട് എന്ന് പറയാൻ കാരണം പല ആളുകളും നമ്മൾ തർക്കിക്കലുണ്ട്. പാസ്പോർട്ട് ആയിട്ട് വരും, പാസ്പോർട്ട് നോക്കുന്ന സമയത്ത് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, എക്സ്പയർ ആയിട്ടുണ്ടാവും. ഒരു കാരണവശാലും നമുക്ക് എക്സ്പയർ ആയ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ പറ്റൂല. അത് പാസ്പോർട്ട് ഡേറ്റ് കഴിഞ്ഞാൽ അത് പിന്നെന്താണ്, പുതുക്കാതെ അതിന് വില ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ടാണ് അതിന് ഗവൺമെന്റ് തരുന്ന ചില രേഖകൾക്കൊക്കെ ഒരു വാലിഡിറ്റി കൊടുക്കുന്നത്. ആ വാലിഡിറ്റി കഴിഞ്ഞാൽ പിന്നെ ആ വാലിഡിറ്റി അത് കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ വാലിഡിറ്റി കഴിഞ്ഞ പാസ്പോർട്ടായിട്ട് ആളുകൾ വരലുണ്ട്, അപ്പോൾ അതെന്തായാലും പറ്റില്ല, അത് ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ SLC. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തത് നമ്മൾ ആധാറിന്റെ ഭാഗത്തുള്ള ഒരു സംഭവമാണ് അഡ്രസ്സ്. അഡ്രസ്സ് തിരുത്തണമെങ്കിൽ നമുക്ക് എന്താ പറ്റുക വെച്ചാൽ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് അഡ്രസ്സ് തിരുത്താം. എന്നാൽ SLC സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടോ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ടോ പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആധാറിലെ അഡ്രസ്സ് തിരുത്താൻ പറ്റൂല. കാരണം പാൻ കാർഡ് ചിലവരിക്കും പാൻ കാർഡ് എന്താ ഡോക്യുമെന്റ്സ് അല്ലേ. ഈ പാൻ കാർഡിൽ നമുക്ക് ശരിക്കും നോക്കിയാൽ അറിയാം പാൻ കാർഡിൽ അഡ്രസ്സ് ഇല്ല. അപ്പം നമ്മളൊരു സംഗതി, ഒരു പ്രൂഫ് നമ്മൾ എവിടെയെങ്കിലും കൊടുക്കുമ്പോൾ എൻ്റെ അഡ്രസ്സ് തിരുത്തണം എന്ന് പറയുമ്പോൾ ആ അഡ്രസ്സ് ഒരു ഭാഗത്ത് വേണമല്ലോ, എവിടെയെങ്കിലും കാണണമല്ലോ. അതിപ്പോൾ ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓഫീസ് കൊടുക്കുമ്പോഴും നമ്മൾ അഡ്രസ്സ് അവിടെ കണ്ടാലേ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പാൻ കാർഡിൽ അഡ്രസ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് പാൻ കാർഡ് ഒരു അഡ്രസ് ഡോക്യുമെൻ്റ് അല്ല, ഒരു രേഖയല്ല, അതായത് നമ്മുടെ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള ഒരു രേഖയല്ല എന്നർത്ഥം. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, ഡ്രൈവിംഗ് ലൈസൻസിൽ അഡ്രസ്സ് ഉണ്ടല്ലോ, പക്ഷെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് അഡ്രസ്സ് തിരുത്താൻ സാധ്യമല്ല, ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താനും പറ്റില്ല. അതേപോലെ തന്നെ പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ടും ആധാറിലെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ പറ്റില്ല. അതൊക്കെ ഇപ്പോൾ UIDAI ഒഴിവാക്കി. ആദ്യം ഇതൊക്കെ സ്വീകരിച്ചിരുന്നു. ആ ലിസ്റ്റിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ കുറഞ്ഞ രേഖകളുള്ളൂ എന്ന് പറഞ്ഞു, ഒക്കെ ഒഴിവാക്കി. അപ്പോൾ അതുപോലെ തന്നെ ലൈസൻസ് ഉപയോഗിച്ചിട്ട് അഡ്രസ്സ് തിരുത്താൻ പറ്റില്ല. വോട്ടർ ID കറക്റ്റ് ആണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് പറ്റും. അഥവാ നമ്മൾ ഇലക്ഷൻ IDയിലെ അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ ഇലക്ഷൻ ID ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആധാറിലെ അഡ്രസ്സ് മാറ്റാം. പാസ്പോർട്ടിലെ അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആധാറിലെ അഡ്രസ്സ് മാറ്റാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഷൻ കാർഡ് ഉടമക്ക് റേഷൻ കാർഡിലെ അഡ്രസ്സ് കറക്റ്റ് ആണ്, പോസ്റ്റ് ഓഫീസും പിൻകോഡൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടും നമ്മളെ ആധാറിലുള്ള അഡ്രസ്സ് തിരുത്താവുന്നതാണ്.
ഇനിയിപ്പോൾ ഒരാൾക്ക് അഡ്രസ്സ് മാറ്റണം, ഒരു രേഖയില്ല, ഇദ്ദേഹം പുതിയ ഒരു സ്ഥലത്തേക്ക്, അപ്പോൾ നമ്മൾ വീടൊക്കെ മാറിപ്പോകുമല്ലോ, അപ്പോൾ പുതിയൊരു സ്ഥലത്ത് താമസം മാറ്റി ആ സ്ഥലത്തുള്ള ഒരു പ്രൂഫും അയാളുടെ കയ്യിലില്ല, അയാൾക്ക് അത്യാവശ്യമായിട്ടാണെങ്കിൽ ആ വ്യക്തിക്ക് ആധാറിൽ ഒരു അഡ്രസ്സ് മാറ്റും വേണം, ചേഞ്ച് ചെയ്യും വേണം, എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളെ സെൻറ്ററിൽ ഒരു റെഡ് ഫോം ഉണ്ട്, ആ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് ക്യാപിറ്റൽ ലെറ്ററിൽ വലിയ അക്ഷരത്തിൽ വെട്ടും തിരുത്തും കുത്തുകളൊന്നും ഇല്ലാതെ വളരെ ക്ലിയറായി ഫില്ല് ചെയ്ത് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതൊരു രേഖയായി മാറി. അത് ഉപയോഗിച്ചുകൊണ്ടും ആധാറിലെ അഡ്രസ്സ് തിരുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നൗ സലാം ടെക് വറ്റലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.